വെൽക്കം മൈ യൂട്യൂബ് ചാനൽ. ഞങ്ങളിത് ലോക കാണാൻ വന്നേക്കാം കേട്ടോ. ഇവിടെ ഇന്നലെ ഞാൻ കാണാൻ വെച്ചതാ, അപ്പൊ ടിക്കറ്റ് കിട്ടില്ല, ഫുള്ളായിരുന്നു. ഇന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഞങ്ങള് മൂവി കാണാൻ വന്നേക്കാം. ആറരയ്ക്കും ഷോ. നമ്മളിവിടെ ഇനി അവർ 5 മിനിറ്റും കൂടി ഉള്ളു. ഞങ്ങൾ കുറച്ച് ലേറ്റായ കാരണം ഞങ്ങളിത് വേഗം നടക്കാണ് കേട്ടോ. ഞങ്ങൾക്ക് ടിക്കറ്റ് കിട്ടിയത് ഞങ്ങളുടെ അടുത്തുള്ള തിയേറ്ററിൽ ഞങ്ങൾക്ക് ടിക്കറ്റ് കിട്ടിയത് ഇപ്പോൾ അബുദാബി സിറ്റിയിലാണ് ഞങ്ങളിപ്പോൾ വന്നിരിക്കുന്നത്. കാരണം ബാക്കി എല്ലായിടത്തും ഫുള്ളാണ്. അപ്പോൾ ഞങ്ങൾ നേരത്തെ ഇറങ്ങി, പക്ഷേ ട്രാവലിംഗ് ഒരു അരമണിക്കൂറോ എന്തോ ഉണ്ടായി. അപ്പോൾ കാരണം കുറച്ച് ലേറ്റായി. ചുണ്ടുവാണെങ്കിൽ ഞങ്ങൾ നടക്കുന്ന അനുസരിച്ച് പാവം നല്ല സ്പീഡിലാണ് ഞങ്ങളിവിടെ നടന്നത്. കുറേ നേരം ഞങ്ങൾ എടുത്ത് പക്ഷേ സമ്മതിച്ചിട്ട് എടുക്കാൻ അവളതേ ഞങ്ങളുടെ ഒപ്പത്തിനവിടെ നടക്കാണ് കേട്ടോ. പാവട്ടോ ഓടാണിരുന്ന്. നമ്മളങ്ങനെ കറക്റ്റ് ടൈമിന് തന്നെ എത്തിയിട്ടോ. ടിക്കറ്റൊക്കെ നമ്മൾ ബുക്ക് ചെയ്തതാണ്. ഇത് എന്താണ് തിയേറ്ററിൻ്റെ ഉള്ളിലാണ് കേട്ടോ. അത് അങ്ങനെ ലൈറ്റൊക്കെ ആയിട്ട് അവൾക്ക് നല്ല ഇഷ്ടമായി. അടികൂടെ ഇങ്ങനെ ബ്ലൂ ലൈറ്റൊക്കെ വന്നാൽ ആൾക്ക് നല്ല ഉഷാറായിട്ടാണ് ഇരിക്കുന്നത്. പോണം ചുണ്ട് ചുണ്ട് ഇതേ നമ്മളങ്ങനെ കയറാൻ പോവാണ്. ഇവിടെ ഫുള്ളാണ് കേട്ടോ, സീറ്റൊക്കെ ഫുള്ളാണ്. ഞങ്ങളിത് ഇവിടെ ഇരുന്നു, സീറ്റൊക്കെ കിട്ടി. ആൾക്ക് ഇതേ കുറച്ച് ചിപ്സൊക്കെ കഴിക്കാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കഴിച്ച ആളങ്ങനെ ഇരിക്കുകയാണ്. വലിയ വാശിയൊന്നുമില്ല. ഞങ്ങളങ്ങനെ മൂവി കണ്ട് ഇറങ്ങി കേട്ടോ. സൂപ്പർ പടം എന്ന് വെച്ചാൽ സൂപ്പർ പടം. ഞാൻ ഈ അടുത്ത കാലത്ത് നിന്ന് ഇത്രയും നല്ല പടം കണ്ടിട്ടില്ല കേട്ടോ. നിങ്ങളെന്തായാലും തിയേറ്ററിൽ വന്ന് തന്നെ കാണണേ. കാരണം ഒരിക്കലും മിസ് ചെയ്യരുത്. ഈ തിയേറ്ററിൽ തന്നെ വന്നിരുന്ന് കാണണം. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പറയുകയാണെങ്കിൽ, നിങ്ങൾ സിനിമ കഴിഞ്ഞുമ്പോൾ എഴുതി കാണിക്കുമ്പോൾ തന്നെ എണീറ്റ് പോയരുത് കേട്ടോ. കാരണം അതൊക്കെ കഴിഞ്ഞിട്ട് ഒരു സീൻ കൂടി വന്നിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ പറയുന്നില്ല. അതെനിക്ക് തോന്നുന്നു സെക്കൻഡ് പാർട്ടിൻ്റെ ഒരു ചെറിയൊരു ഭാഗമാണ് അവർ എടുത്തതെന്ന് തോന്നുന്നു. അതെന്താ പറയുക, അത് കണ്ടില്ലെങ്കിൽ പിന്നെ രണ്ടാമത് നമ്മൾ സിനിമ കാണേണ്ടി വരും. അതുകൊണ്ട് ആരും എഴുതി കാണിച്ചു കഴിയുമ്പോൾ എണീറ്റ് പോകരുത്. അത് കഴിഞ്ഞിട്ട് സീനും കൂടി ഉണ്ട്. ഞങ്ങൾ തിയേറ്ററിൽ നിന്ന് മിക്കവരും എഴുന്നേറ്റ് പോയിരുന്നു. പകുതി എഴുന്നേറ്റ് നടന്ന് കുറച്ച് കഴിയുമ്പോഴാണ് പിന്നെ ഈ സീൻ വരുന്നത്. അപ്പോൾ എല്ലാവരും എണീറ്റ് നിന്നുകൊണ്ടാണ് സിനിമ കണ്ടത്. അതുകൊണ്ട് എല്ലാവരും വന്ന് കാണണം. നമ്മളതങ്ങനെ അവിടെ നിന്നൊക്കെ ഇറങ്ങി കേട്ടോ. ഇനിയിപ്പോൾ താഴത്തോട്ട് പോവാണ്. ഇനി താഴേക്ക് ഇറങ്ങാണ്. ശുണ്ഠി ഉഷാറായിട്ട് ഉറക്കം കഴിഞ്ഞു. ആൾ എണീറ്റു. നല്ല ഉറക്കത്തിലായിരുന്നു സിനിമയ്ക്ക് ഇരുന്നപ്പോൾ അവൾ. അത് കാരണം നമുക്ക് വലിയ ഒച്ചപ്പാടും ബഹളമില്ലാണ്ടൊക്കെ നമുക്കൊന്നിരുന്ന് കാണാൻ പറ്റി. അവൾ നല്ല ഉറക്കത്തിലായിരുന്നു. ഇപ്പോൾ താഴത്ത് കണ്ട കുട്ടികൾ കളിക്കാനൊക്കെ ഉള്ള എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ താഴെ വരെ ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ താഴെ വരെ പോകാൻ കേട്ടോ. കുറച്ച് ടോയ്സും സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ലേറ്റായി. അപ്പോൾ നമുക്കൊന്ന് അവളെയും കൊണ്ടൊന്ന് ചുറ്റടിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അവൾക്ക് പറ്റുകയാണെങ്കിൽ ഒരു ഡ്രസ്സും കൂടി എടുക്കുന്ന പ്ലാൻ ഉണ്ടായിരുന്നു എനിക്ക്. ഒരു പാവാട ബ്ലൗസും ഓണത്തിനായിട്ട് അത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾക്കതും കിട്ടിയായിരുന്നു. ഇവിടെ തന്നെ മാളിൽ തന്നെ ഒരു കടയിലുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ചുണ്ടുവിനെ കുറേ ഇതൊക്കെ കാണിച്ചു. ആൾ കുറച്ച് നേരം ഓടിയൊക്കെ നടന്ന് കളിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങളിതിങ്ങനെ പയ്യെ പോവാണ്. ഇവിടെ ട്രെയിനൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾക്ക് അതിൽ കയറിക്കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റും അവർ കാണിച്ചു തരും. ഇതേ കണ്ടോ, ഇതാണ് ഇവിടെയാണ് ഞങ്ങൾ എടുക്കാൻ വന്നത്. കണ്ടില്ലേ, ഓണത്തിൻ്റെതായ എല്ലാതരം ഡ്രസ്സും ഉണ്ടായിരുന്നു കേട്ടോ. ഏത് മോഡലും ഡ്രസ്സ് ഉണ്ടായിരുന്നു.
ഷുണ്ടുവിന് മാത്രമേ പിന്നെ നമ്മൾ ഡ്രസ്സ് എടുത്തുള്ളൂ കേട്ടോ. ഞാൻ പിന്നെ എടുത്തില്ല. എനിക്ക് കൊല്ലം എൻ്റെ വലിയച്ഛനും മകൻ മരിച്ചതിന് വാലായ്മയാണ്. അപ്പം ഞാൻ കാരണം എടുത്തില്ല. ഇത് ഞങ്ങൾ അവൾക്ക് ആദ്യം എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പക്ഷേ ഇതിൽ കുറച്ച് ലെങ്ത്ത് കുറവായിരുന്നു. അപ്പോൾ വേറെ ഒരെണ്ണം എടുത്തു. അത് കുഴപ്പമുണ്ടായില്ല. അത് ഞങ്ങൾ എടുത്തു. ഞങ്ങളങ്ങനെ അതൊക്കെ എടുത്ത് പോന്നു. ഇതാണ് അവൾക്ക് എടുത്ത ഓണക്കോടി. ഞങ്ങൾ സിനിമ കഴിഞ്ഞ് ഇറങ്ങി കേട്ടോ. അടിപൊളി പടം എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളി പടം. നിങ്ങൾ എല്ലാവരും കണ്ടില്ലെങ്കിൽ എന്തായാലും പോയി കാണട്ടെ. കല്യാണി, നസ്ലിം, ടോവിനോ, അടിപൊളി സൂപ്പർ പടമാണ് കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്തായാലും നല്ല ത്രില്ലിംഗ് ആയിട്ടുള്ള പടമാണ്. എല്ലാവരും പോയി കാണുക. ഓക്കെ, ഇതാ ഓക്കെ, ബൈ.